സ്വർഗത്തിലെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകൾ ഓർക്കാതെ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിൽ പകരുവാൻ കഴിവുള്ള ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവേ, നീ ആദ്യോട് സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. നിന്റെ ഭക്തന്മാരെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണം. ജീവനാ നിത്യ ജീവൻ നൽകൂ, ഉയർപ്പി ജീവനാ നിത്യ ജീവൻ നൽകൂ. കർത്താവിനോട് കൂടെ നിത്യവസമേ, കർത്താവിനോട് കൂടെ നിത്യവസമേ. ഉയർപ്പി ജീവനാ നിത്യ ജീവൻ നൽകും, ഉയർപ്പി ജീവനാ നിത്യ ജീവൻ നൽകും. കർത്താവിനോട് കൂടെ നിത്യവസമേ, കർത്താവിനോട് കൂടെ നിത്യവസമേ. അവനിടം വിട്ടു ശരീരബന്ധന, അവനിടം വിട്ടു ശരീരബന്ധന. ലോകെ അലഞ്ഞാലും ഞാൻ വിടോടടുക്കുമേ, ലോകെ അലഞ്ഞാലും ഞാൻ വിടോടടുക്കുമേ. എൻ പ്രിയ പാർപ്പിടം മനോഹരഹൃദയം, എൻ പ്രിയ പാർപ്പിടം മനോഹരഹൃദയം. ഒത്തുകിളർന്നു നീടമ പന്ത്രണ്ടു ഗോപുരം, ഒത്തുകിളർന്നു നീടമ പന്ത്രണ്ടു ഗോപുരം. എൻ പ്രിയ പാർപ്പിടം മനോഹരഹൃദയം, എൻ പ്രിയ പാർപ്പിടം മനോഹരഹൃദയം. ഒത്തുകിളർന്നു നീടമ പന്ത്രണ്ടു ഗോപുരം, ഒത്തുകിളർന്നു നീടമ പന്ത്രണ്ടു ഗോപുരം. എന്നാത്മവാസമോ മധുരഗതി, എന്നാത്മവാസമോ മധുരഗതി. ഉത്പാദിക്കും വിശ്വാസ കണ്ഠ പ്രശോഭിതം, ഉത്പാദിക്കും വിശ്വാസ കണ്ഠ പ്രശോഭിതം. ശുദ്ധരി ശോഭന അവകാശമാസരേ, ശുദ്ധരി ശോഭനം അവകാശമാസരേ. പ്രാപിപ്പനാഗ്രഹത്തമാചിക്കുന്നേ, പ്രാപിപ്പനാഗ്രഹത്തമാചിക്കുന്ന എന്നുള്ള പാസ്റ്ററോട്, കർമ്മൽ IPC ചർച്ചിനോട് എൻ്റെ ഒത്തിരി സ്നേഹം ഞാൻ അറിയിക്കുന്നു. ഇവിടെ കടന്നു വന്നത് എനിക്കൊരു അനുഗ്രഹമായി മടങ്ങിപ്പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. സയോൺ സിംഗേഴ്സിലെ പ്രിയപ്പെട്ട കുടുംബത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർമ്മൽ IPC ഫാമിലിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഞാൻ വന്ദനം അറിയിക്കുന്നു. ലോകം മുഴുവനും നടക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്, സേവ് ഓയിൽ. നിങ്ങൾക്ക് എണ്ണയെ പറ്റി വലിയ പ്രശ്നമില്ല, പക്ഷേ ഒബാമയും അവിടുത്തെ ചൈനീസ് പ്രീമിയറും ഒക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഇന്ധനം എങ്ങനെ ലാഭിക്കാം, ലോകത്തിലെ പുതിയ പ്രശ്നങ്ങളിലൊന്നാണ് സേവ് ഓയിൽ ക്യാമ്പയിൻ. ലോകം മുഴുവൻ നടക്കുകയാണ്. കാരണം എണ്ണക്കിണറിലെ എണ്ണ എന്നും ഒരുപോലെ ഇരിക്കത്തില്ല, എണ്ണക്കിണറിലെ എണ്ണ വറ്റാൻ സാധ്യതയുണ്ട്. സ്വർണവും വെള്ളിയും ഒക്കെ കുഴിച്ചെടുക്കുന്ന നിക്ഷേപങ്ങളിലെ ആ സ്ഥലങ്ങളിലെ നിക്ഷേപങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. എന്തിന്? ശാസ്ത്രജ്ഞന്മാർ ലോകത്തോട് മുഴുവൻ പറയുന്നുണ്ട്, നമുക്ക് ഊർജം തരുന്ന, നമുക്ക് വെളിച്ചം തരുന്ന സൂര്യന്റെ വിറക് പുര കത്തി തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഇതൊക്കെ പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാം, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. എണ്ണക്കിണറിലെ എണ്ണ വറ്റിപ്പോയാലും, സ്വർണ്ണഖനിയിലെ ആ ഖനി നിക്ഷേപം തീർന്നാലും ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. മലാഖിയിലൂടെ ദൈവം ജനത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറക്കും. I will open the floodgates of heaven. എന്താ കാര്യമെന്നറിയാമോ? ദൈവത്തെ കൊടുത്തു തോപ്പിക്കാൻ ഒരുത്തനും കഴിയത്തില്ല. ദൈവത്തെ കൊടുത്തു തോപ്പിക്കാൻ ഒരുത്തനും കഴിയുകയില്ല. ഈ രാത്രി പ്രാപിക്കാൻ പാത്രമുണ്ടോ? നിറയ്ക്കാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. വീണ്ടെടുപ്പെന്ന് പറഞ്ഞാൽ ബ്രിങ്ങിങ് യു ബാക്ക് ടു ഗോഡ്സ് ഒറിജിനൽ പ്ലാൻ. യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തമായി എത്രയധികമായി ഭാവിയിൽ വാഴുമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഈവൻ ടുഡേ, ദിസ് ഈവനിങ് യു വിൽ റെയിൻ ആസ് കിങ്സ്. സ്തോത്രം പറയാൻ നിനക്കെന്നെ അവകാശമെന്ന് പിശാച് പറഞ്ഞാൽ അവന്റെ മുമ്പിൽ വെച്ച് ഉറക്കെ ഒരു സ്തോത്രം പറയണം. Because I am redeemed and purchased and I am justified by the blood of Jesus. കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി നിമിത്തം എത്ര അധികമായി ജീവനിൽ വാഴും. ഏകന്റെ ലംഘനം നിമിത്തമായി മരണം മനുഷ്യന്റെ മേൽ വാണു. മേളോട്ടൊന്ന് നോക്കാൻ പറഞ്ഞു.
മേലോട്ടൊന്ന് നോക്കിയപ്പോ അബ്രഹാം ഒരു കാഴ്ച കണ്ടു. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമുള്ളതായ ഒരു മനോഹരമായ നഗരം. അന്ന് മുതൽ അബ്രഹാം നടക്കുന്നത് ഇങ്ങനെ. The name of Jesus is above every name. ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായാൽ ഇന്ന് രാത്രി നീ തോറ്റവനെ പോലെ ഇവിടെ ഇരിക്കത്തില്ല, മോഹം കുനിക്കുന്നവനെ പോലെ ഇരിക്കത്തില്ല. You name anything, brother. ഇതൊരു ഉപരിവിപ്ലവമായി കരുതരുത്. ഇത് വചനത്തിന് ശക്തി വ്യാപരിക്കുന്ന രാത്രിയായിട്ട് ഇന്ന് രാത്രി ഒരുപാട് പേരുടെ വാഴുന്ന ദുഷ്ടന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറണം. യേശു പറഞ്ഞു, ഇനി നീ യുദ്ധം ചെയ്യേണ്ട മനുഷ്യ, ഇനി നീ പടയ്ക്കണ സകലവും അവിടെ നിവർത്തിയായിരിക്കുക. നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വിശ്വാസത്താൽ നീ ഏറ്റു പറഞ്ഞ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ മതി. നീ യേശു ക്രിസ്തു എന്ന ഏക നിമിത്തമായിട്ട് മോർ ദാൻ കോൺകറർ. നീ ഒന്ന യുദ്ധം ചെയ്യണ്ട. ക്രൂശിന്മേൽ നിനക്കെതിരെയുള്ള വാഴ്ചകളെയും അധികാരങ്ങളെയും നിനക്കെതിരെയുള്ള കയ്യെഴുത്തുകളെ ഇന്ന് രാത്രി ക്രൂശി മായ്ച്ചു കളയാൻ പോവാ. പിശാചിന്റെ ആയുസ്സിന് വിലയിട്ട് വെച്ചിരിക്കുന്ന കയ്യെഴുത്തിനെ ഇന്ന് രാത്രി സ്വർഗം മായ്ച്ചു കളയാൻ പോകുകയാണ്. പിശാചിന്റെ തലമുറയ്ക്ക് വിലയിട്ടതിനെ ഇന്ന് രാത്രിയിൽ സ്വർഗം മായ്ച്ചു കളയാൻ പോകുകയാണ്. പിശാചിന്റെ ഭാര്യയ്ക്ക് വിലയിട്ടിരിക്കുന്നതിനെ ഇന്ന് രാത്രി സ്വർഗം വായിച്ചു കളയാൻ പോകുകയാണ്. പിശാച് ഒരു കരു ഉണ്ടാക്കി, ഒരു മോൾഡ് ഉണ്ടാക്കി. ഈ മോൾഡ് ഉണ്ടാക്കി നിന്നെ അതിനകത്തോട്ട് ഇടിച്ചു കയറ്റിയിട്ട് പറഞ്ഞു, തോമസ് ഫിലിപ്പ്, ഈ അതിനപ്പുറത്ത് പോകാൻ ഈ അച്ചപ്പത്തിന്റെ മോൾഡിനപ്പുറത്തോട്ട് ഞാൻ അനുവദിക്കത്തില്ല. കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്റെ തലമുറയോ, അത് നിന്റെ മോനല്ലേ, അത് ഇതിനപ്പുറത്തോട്ട് പോത്തില്ല. നിന്റെ ശരീരത്തെ നോക്കിക്കൊണ്ട് പിശാച് പറഞ്ഞു, ആ രോഗം നീ ആയുസ് രക്ഷപ്പെടത്തില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ ആ അച്ഛന്റെ ശക്തിയെ സ്വർഗം വലിച്ചു പൊട്ടിച്ചിട്ട് സ്വർഗം അത് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ കർത്താവിന് മഹത്വം കൊടുക്ക്. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന നിന്റെ ശരീരത്തിന് ലോകം വിധിയിട്ടിരിക്കുന്ന വെല്ലുവിളികളെ അഴിച്ചു മാറ്റാൻ കഴിയുന്ന ക്രൂശിന്റെ ശക്തി, നിന്നെ വാഴുന്ന വാഴ്ച ശക്തികളുടെ മുഴുവൻ ചീട്ടും ഇന്ന് രാത്രി കർത്താവ് മാറ്റി എഴുതാൻ പോകുകയാണ്. ഹല്ലേലൂയ. ലോകം മുഴുവനും നിന്നെ കുറിച്ച് പറഞ്ഞ വിധിയെഴുത്തുകളെ ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യുന്ന രാത്രിയാണെന്ന് ഞാൻ ആത്മനിറവിൽ പ്രഖ്യാപിക്കുകയാണ്. കാരണം യേശുവിന്റെ ശക്തിക്ക് അത് കഴിയും. മനുഷ്യർ നിനക്കെതിരെ എഴുതിയ വിധിയെഴുത്തുകളെ ഇന്ന് രാത്രി സ്വർഗം മായ്ച്ചു കളയാൻ പോകുകയാണ്. മായ്ച്ചു കളയുക മാത്രമല്ല, അതെഴുതാൻ ഉപയോഗിച്ച ആയുധ വർഗത്തെ കർത്താവ് പിടിച്ചു വാങ്ങിച്ചു. കർത്താവ് ക്രൂശിൽ പിടിച്ചു വാങ്ങിച്ചു. യേശു ക്രൂശിന്മേൽ ജയമെടുത്ത് ആയുധവർഗം മാറ്റിയതിനാൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ യേശുവിൻ്റെ കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആദരം കൊണ്ട് ഡിക്ലെയർ ചെയ്താൽ നിന്റെ മേൽ വാഴുന്നതായ ശക്തികളുടെ മുനകളെ കർത്താവ് എടുത്തു കളയാൻ പോകുകയാണ്. യേശുവിൻ്റെ കർത്താവാണെന്ന്, ഹി ഈസ് മൈ ലോർഡ്. എന്തൊരു വാക്ക്! റോമൻ സാമ്രാജ്യത്തിലെ എല്ലാ ആളുകളും ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം കടന്നു എന്ന് ആ രാജാവിന്റെ പ്രത്യേക കോർട്ടിൽ വെച്ചോ സ്ഥലത്ത് വെച്ചോ അവരെല്ലാം പറയേണ്ട ഒരു വാക്കുണ്ടായിരുന്നു, സീസർ ഈസ് ദ ലോർഡ്. സീസറാണ് സകലത്തിന്റെയും കർത്താവ് എന്ന് വിളിച്ചു പറയേണ്ട ഒരു ദിവസം ഉണ്ടായിരുന്നു. അത് പറയാൻ യോഹന്നാൻ അപ്പോസ്തലൻ വിസമ്മതിച്ചുകൊണ്ടാണ് ഓടിക്കോടാ പത്മോസിൽ എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശു കർത്താവാണെന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏത് വാതിലും നിനക്കെതിരെ അടഞ്ഞു പോയാലും ഇന്ന് രാത്രി ഭയപ്പെടരുത്. നീ ഒറ്റയ്ക്കിരിക്കുന്ന പത്മോസ് ദ്വീപിൽ സ്വർഗം തുറങ്ങി ഇറങ്ങി വരുവാൻ ഒരു കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ തയ്യാറായതുകൊണ്ട് നീ ആരെയാ ഭയപ്പെടുന്നത്? മുങ്ങി പൊങ്ങി സകലരും സ്നാനമേറ്റോണ്ടിരിക്കുമ്പോൾ ഈശോ മശിഹ പോയി മുങ്ങിപ്പൊങ്ങി സ്നാനമേറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പക്ഷെങ്കിൽ വീട്ടിന്റെ വാതിൽ അടഞ്ഞു കാണാം, ഒരു പക്ഷേ സ്നേഹിതരുടെ വാതിലുകൾ അടഞ്ഞു കാണാം. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വചനമുണ്ട്, സ്വർഗം തുറന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിന് നിനക്കെതിരെ 1000 വാതിൽ തുറന്നാലും ഇന്ന് രാത്രിയിൽ സ്വർഗത്തിന്റെ വാതിൽ. ഞാനൊരു വീട്ടിൽ അപ്പൻ്റെ അമ്മയുടെ ഏക മകനായി വളർത്തപ്പെട്ടവൻ. എൻ്റെ പിതാവ് വളരെ
നേരത്തെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി ചിലർക്കെങ്കിലും അറിയാം. ഇറങ്ങിയ സമയത്ത് എൻ്റെ പിതാവിൻ്റെ, എൻ്റെ മാതാവിൻ്റെ സഹോദരി ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞു, എവിടെ ഏക മകനെയും കൊണ്ട് എൻ്റെ വീട്ടിൽ ഭിക്ഷയ്ക്ക് വരുന്ന ഒരു ദിവസമുണ്ട്, അന്നേ ഞാൻ വാതിൽ തുറക്കത്തുള്ളെന്ന്. സുവിശേഷത്തിൻ്റെ സമൃദ്ധിയിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി പറയട്ടെ, ഒരു ദിവസം പോലും ആ വാതിലിൻ്റെ അടുക്കലേക്ക് പോകേണ്ടി വന്നില്ല. ഈ വാതിലിൻ്റെ അടുക്കലേക്ക് അവർ മടങ്ങി വരുവാനിടയായി. മനുഷ്യരുടെ 1000 വാതിലുകൾ അടഞ്ഞാലും നോ ബ്രദർ, നീ ഇന്ന് രാത്രി അതിനെ വലുതായി കാണണ്ട. വീടിന്റെയോ നാടിന്റെയോ വാതിൽ അറിഞ്ഞാലും സ്വർഗത്തിന്റെ വാതിൽ തുറന്നു തന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ അതിലൂടെ അകത്ത് കടന്ന് ജയമെടുക്കാൻ പോകുകയാണ്. സകല പ്രാർത്ഥനയാലും യാചനയാലും ആത്മാവിൽ പ്രാർത്ഥിക്കുക. Praying in the spirit. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ നീ തുടങ്ങുമ്പോൾ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതല് മണ്ടനാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് പറയുന്നതിനുള്ള ഒരു ക്രമം വേദപുസ്തകത്തിലുണ്ട്. എന്നാൽ അത് വചനം പഠിപ്പിക്കുന്നത് അത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. നിനക്കെതിരെ ഉയർന്നു നിൽക്കുന്ന മുഴുവൻ വാഴ്ച ശക്തികളെയും ഇന്ന് രാത്രി പൊട്ടിക്കാൻ കഴിയുന്ന ഒരായുധം വേണ്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കാൻ കൃപ പ്രാപിച്ച ദൈവ പൈതല് എവിടെ നിൽക്കുന്നുവോ നീ ഒരായുധം പുറത്തു വരാൻ പോകുകയാണ്. നിന്റെ നന്മകളെ അടച്ചു കളയുന്ന, നിന്റെ ജീവിതത്തിന് അതിരിടുന്ന, നിന്റെ തലമുറയെ വലിച്ചു മാറ്റി തകർക്കുവാൻ കൊണ്ടുപോകുന്ന സകല വ്യാപാര ശക്തികളുടെ മേലും ഇന്ത്യക്കാരൻ പറയുന്ന പോലെ അധികാരി ഹേ തോ ജിമ്മേദാരി ഹേ. ഇന്ന് രാത്രി നീ രാജാവാണെങ്കിൽ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ തോറ്റവനായിട്ടല്ല, നീ കൽപ്പിക്കുന്നവനായിട്ടാണ്. അധികാരത്തോടെ നീ കൽപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി രോഗമഴിഞ്ഞു മാറും. അധികാരത്തോടു കൂടെ നീ കൽപ്പിക്കുമ്പോൾ yes, you are a co-regent with Christ. നീ യേശുവിനോട് കൂടി ഒരു co-regent ആണ്. Hallelujah. You are not brother a victim, but you are a victor. ഇന്ന് രാത്രി നീ അധികാരിയാ, നീ അധികാരിയാ. യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ഇന്ന് രാത്രി നീ വാഴാൻ പോകുകയാണ്. Hallelujah.